ഹലോ കൂട്ടുകാരെ, അപ്പം ഞാൻ കുറേ മാസങ്ങളായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങളാരെങ്കിലും എന്നെ ഓർത്താ എന്താണ് വീഡിയോ ഇടാത്തതെന്ന്, ചേച്ചി എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ഓർത്താ. ചിലവർ നേരി കാണുമ്പോഴൊക്കെ ചോദിക്കേണ്ടായിട്ടാണ് എന്താണ് വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ കുഞ്ഞുവാവ വരാൻ മോള് പ്രഗ്നൻ്റ് ആണ്, ഡേറ്റായി. അപ്പം ഞങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി. അപ്പോൾ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ വന്ന് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചരട് കൊടുത്തായിരുന്നു കേട്ടോ. എത്ര പ്രാവശ്യം അനങ്ങണ്ടെന്നുള്ളത് ഇങ്ങനെ ഓരോ കെട്ടിയിടണം. അതത്ര വെച്ച് ഓരോ കെട്ടിയിടണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നാളെ രാവിലെയാണ് സിസേറിയൻ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി ആയപ്പോഴേക്കും സിസ്റ്റർമാർ വന്നിട്ട് കയ്യിൽ സൂചിയൊക്കെ വെക്കണേന്ന്. എന്ന് വെച്ചാൽ രാവിലെ തന്നെ കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞത് 6 മണിക്ക് റെഡിയായി ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് അവർ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ പിന്നിട്ട് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്, ഇങ്ങനെ സൂചി വെക്കാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരം വെളുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സിട്ട് പോണേന് കേട്ടോ. ഇത് കണ്ടപ്പോൾ ചേട്ടനും കരഞ്ഞ്, ഞങ്ങളെല്ലാവരും കരഞ്ഞു കേട്ടോ കൊച്ചിനെ കണ്ടപ്പോൾ. അപ്പോൾ ആ കരച്ചിലിന് ഒരിതായിട്ട് കുഞ്ഞിനെ പുറത്തോട്ട് കൊണ്ടുതന്നെയാണ്. അപ്പോൾ കൊച്ചിൻ്റെ അച്ഛനാണ് മേടിക്കാൻ പോണ. കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പിന്നെ എല്ലാവരും ഇങ്ങനെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത്. എന്നാൽ ഫുള്ളായിട്ട് എടുത്തിട്ടില്ലായിരുന്നില്ല അന്ന്. സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ ഇച്ചിരി ഭാഗമൊക്കെയാണ് കൊച്ചിൻ്റെ ഇട്ടത്. പിന്നെ നമ്മൾ ഇത് 1 മാസമായി. ഇപ്പോൾ നാളത്തേക്ക് 1 മാസമാവും. എന്നുവെച്ചാൽ 26-ാം തീയതി, മെയ് 26-ാം തീയതി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടണം. അപ്പോൾ നമുക്ക് കുഞ്ഞിനെ കണ്ടതിൻ്റെ സന്തോഷവും, പിന്നെ മോളാണെങ്കിൽ അതിൻ്റെ അകത്ത് വേദന അനുഭവിച്ച് കിടക്കണമല്ല എന്നുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ ഇങ്ങനെ കരഞ്ഞു പോയത്. അപ്പോൾ ചേട്ടനും വന്ന് കരഞ്ഞ് അങ്ങനെ ആകെ സീനായി. ഇവനാണെങ്കിൽ വിഷമിച്ച് കിടക്കണമായിരുന്നു. മക്കളാണ് ഇങ്ങനെ വീഡിയോ എടുക്കണേട്ടാ. അപ്പോൾ അവരെന്നോട് ഞാൻ ചോദിക്കണേന് എന്താണ് സന്തോഷമെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ കൊച്ചു വേദന അനുഭവിക്കണില്ല എന്നുള്ള ഒരു വിഷമത്തിൽ സിസ്റ്റർമാരൊക്കെ അത് റൂമിൻ്റെ ഡോറിൽ സെറ്റ് ചെയ്തതാണ്. പിറ്റേ ദിവസം കൊച്ചിനെ റൂമിലേക്ക് മാറ്റി കുഞ്ഞിനെയും തന്ന്. പിന്നെ ഞങ്ങൾ 4-ാം ദിവസം ഡിസ്ചാർജായി പോന്ന്. അപ്പോഴും വീട്ടിലെത്തിയപ്പോൾ ടെസ്സമ്മോളുടെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. പിന്നെ കട്ടിലയിലോട്ട് കിടത്തിയപ്പോഴും കൊണ്ടല്ല, അവളാണ് ഓടിക്കേറി കട്ടിലേക്ക് കയറിയത്. പിന്നെയും തൂത്ത് കുടഞ്ഞ് രണ്ടാമത് ഷീറ്റൊക്കെ കുടഞ്ഞിട്ടാണ് കൊച്ചിനെ കിടത്തിയത് കേട്ടോ. പിന്നെ കൊച്ചിനെ തുറന്നൊക്കെ കാണിച്ചത്. എന്നാലും ആരും അധികം പെട്ടെന്ന് വന്നില്ല. കാരണം കൊച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്നോർത്ത് കുഞ്ഞുവാവയല്ലേ, അതുകൊണ്ട് ആരും കാണാനൊന്നും വന്നില്ല. അകന്ന് നിന്ന് കണ്ടുകൊണ്ടൊക്കെ പോയി. അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 28 കിട്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിലിടാം. കുഞ്ഞുവാവയുടെ ഒരു കരച്ചിലേക്കാം കേട്ടാ. പിന്നെ ആണെങ്കിൽ ഓരോ ദിവസവും ടർക്കിയൊക്കെ മാറ്റി പൊതിപ്പിക്കുമ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.